മുതിർന്ന സമാജ്വാദി പാർട്ടി നേതാവും മുൻ മന്ത്രിയുമായ അസം ഖാൻ സ്ഥാപിച്ച യു പിയിലെ പ്രശസ്തമായ സർവകലാശാലയാണ് മുഹമ്മദ് അലി ജൗഹർ സർവകലാശാല. ഈ സർവകലാശാലയിലെ നിരവധിയായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സർവകലാശാലയ്ക്കെതിരെയും ബുൾഡോസർ രാജ് നടത്തുവാനുള്ള ഒരു ശ്രമം യോഗി സർക്കാർ മുന്നോട്ട് വന്നിരുന്നു. ഈ ശ്രമത്തിനെതിരെ വളരെ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. അസം ഖാനെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്താൻ BJP സർക്കാരിന് കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ തകർത്തുകൊണ്ട് ഉത്തർപ്രദേശിൽ നിരവധിയായ പള്ളികൾ, ദർഗകൾ ഒക്കെ പൊളിക്കുന്ന പോലെ തന്നെ ഒരു ഇസ്ലാമിക സർവകലാശാല കൂടി പൊളിച്ചു നീക്കുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ പ്രതികാരമാണ് നടക്കുന്നത് എന്ന് സമാജ്വാദി പാർട്ടിയും അഖിലേഷ് യാദവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികളും ഒക്കെ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ബുൾഡോസർ രാജുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം. എന്നാൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ബുൾഡോസർ രാജിന് താൽക്കാലിക സ്റ്റേ എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. സർവകലാശാലയുടെ 40 കെട്ടിടങ്ങളിൽ 38 എണ്ണവും അനധികൃതമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുവാനുള്ള റാംപൂർ വികസന അതോറിറ്റി RDAയുടെ നീക്കമുണ്ടായിരുന്നത്. മുറാദാബാദ് ഡിവിഷണൽ കമ്മീഷണർ കോടതിയാണ് ഈ നടപടിയെ തടഞ്ഞ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കേസിൽ അന്തിമവാദം കേൾക്കുന്നത് വരെ യാതൊരു കെട്ടിടവും പൊളിക്കരുത് എന്നും ഒരു കെട്ടിടം പോലും പൊളിക്കാൻ പാടില്ല എന്നുമാണ് കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സർവകലാശാലയുടെ അഭിഭാഷകൻ സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി. അപേക്ഷ അംഗീകരിച്ചിരിക്കുകയാണ്. തുടർ ഉത്തരവ് ഉണ്ടാകുന്നത് വരെ യാതൊരു കെട്ടിടവും പൊളിക്കരുത്. കേസിൽ അന്തിമവാദം പൂർത്തിയാക്കുന്നത് വരെ ഈ സ്റ്റേ തുടരും. പൊളിക്കൽ നടപടിക്കെതിരായ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം 12ാം ദിവസത്തിലേക്ക് കടന്നിരിക്കെയാണ് കോടതിയുടെ ഈ നടപടി എന്നതും ശ്രദ്ധേയമാണ്. 2006 ഉത്തർപ്രദേശ് നിയമസഭ പാസാക്കിയ നിയമപ്രകാരമാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ സർവകലാശാല സ്ഥാപിക്കുന്നത്. സർവകലാശാല അസം ഖാൻ ആണ് ഇതിന് നേതൃത്വം നൽകിയിരുന്നത്. മുഹമ്മദ് അലി ജൗഹർ ട്രസ്റ്റാണ് സർവകലാശാലയുടെ ഭരണ ചുമതല നിർവഹിച്ചിരുന്നത്. നിലവിൽ 2500-ലധികം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അംഗീകൃത പ്ലാൻ ഇല്ലാതെ നിർമ്മിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് അതോറിറ്റി 20 ദിവസത്തിനകം കെട്ടിടങ്ങൾ സർവകലാശാല തന്നെ പൊളിച്ചു നീക്കണമെന്നും അല്ലാത്ത പക്ഷം RDA നേരിട്ട് പൊളിച്ച് ചെലവ് സർവകലാശാലയിൽ നിന്ന് ഈടാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നത്. അതേസമയം സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സിംഗൻ ഖേര ഗ്രാമം 2024 സെപ്റ്റംബർ 27 വരെയും റാംപൂർ വികസന അതോറിറ്റിയുടെ പരിധിയിൽ ഉണ്ടായിരുന്നില്ല എന്നും കെട്ടിടങ്ങൾ നിർമ്മിച്ച സമയത്ത് പ്ലാൻ അംഗീകാരം വാങ്ങേണ്ട നിയമബാധ്യത ഉണ്ടായിരുന്നില്ല എന്നുമാണ് സർവകലാശാല അധികൃതർ വ്യക്തമാക്കുന്നത്. ഗ്രാമം മുനിസിപ്പൽ പരിധിയിലോ വികസന അതോറിറ്റിയുടെ പരിധിയിലോ ഉൾപ്പെട്ടിരുന്നില്ലെന്നും നിർമ്മാണം പൂർത്തിയായ ശേഷമാണ് പ്രദേശം RDAയുടെ അധികാര പരിധിയിലേക്ക് വന്നത് എന്നുമാണ് സർവകലാശാല പ്രസ്താവനയിൽ പറയുന്നത്. അതിനിടെ സർവകലാശാല ക്യാമ്പസിലൂടെ കടന്നുപോകുന്ന 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് പൊതുവഴിയാണെന്നാണ് ഉത്തർപ്രദേശ് പൊതുമരാമത്ത് വകുപ്പ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. അത് പൊതുമരാമത്ത് വകുപ്പ് ഇത് പൊതുവഴിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന റോഡാണ് എന്ന് വ്യക്തമാക്കുന്ന ബോർഡുകളും സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ തന്നെ പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള പൊളിക്കൽ നടപടികളുമായി ഉത്തർപ്രദേശിൽ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. നിരവധിയായ ദർഗകളും പള്ളികളും ഒക്കെ പൊളിച്ചു നീക്കിക്കൊണ്ട് പ്രകോപനപരമായിട്ടുള്ള രീതിയിലൂടെയാണ് ഇപ്പോഴും സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.